ബിഗ് ബോസ് സീസൺ 7 ഇതിനു മുമ്പുള്ള സീസണെ അപേക്ഷിച്ച് വലിയ സംഭവമൊന്നുമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത്ര അടിപൊളി കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സീസണെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കാൻ പാകത്തിന് ഒരു പേര് പറയാൻ പറഞ്ഞാൽ ആരുടെയും പേര് പറയാനില്ല. തുടക്കമൊക്കെ ഏറ്റവും നല്ല പോലെ ഒരു പേരെടുത്ത അല്ലെങ്കിൽ കുറച്ചധികം ഡയലോഗുകൾ കൊണ്ട് ഈ ഒരു സീസണെ ഒന്ന് പുറത്ത് അറിയിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷ് മാത്രമായിരുന്നു. അനീഷിന്റെ കുറച്ചധികം കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു സീസൺ അറിയപ്പെട്ടു. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സീസണിന് പേര് കിട്ടിയത് രേണുസുതി കാരണമാണ്. കാരണം രേണുസുതി ഓൾറെഡി രേണുസുതിയായിട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ബിഗ് ബോസിന് കിട്ടി. പക്ഷേ ഒരു രക്ഷയില്ല, രേണുസുതി ഒരു ആക്റ്റീവും അല്ലാതെ തന്നെ അത് എവിക്റ്റായി അല്ലെങ്കിൽ വാക്കൗട്ടായി പോയി എന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു സീസണിൽ ആരാണ് ടോപ്പ് 5 എത്താനുള്ള ഒരു സാധ്യത, അതുപോലെ തന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായിട്ടുള്ള ഒരേ ഒരു പേര് എന്ന് പറയുന്നത് അനുമോളാണ്. അപ്പം ആ അനുമോൾക്ക് ഒരു വിന്നർ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കാം. അതിന് മുന്നേ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നൂറയെ കുറിച്ച് പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ സീസണിലെ ടോപ്പ് 5 ടിക്കറ്റ് ഫിനാലെ ത്രൂ എത്തിയിട്ടുള്ള നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് നൂറ എന്ന് പറയുന്നത്. ശരിക്കും നൂറ ആദില എന്ന ലെസ്ബിയൻ കപ്പിൾസ് ഇതിലേക്ക് വരുന്നത് ഒറ്റ മത്സരാർത്ഥി 2 പേർ ഒന്നിച്ചാണ് വരുന്നത്. എങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് 2 പേരെയും രണ്ടാക്കി. പക്ഷേ ആ ഒരു ഒന്നിച്ച് വന്നപ്പോൾ പോലും നമുക്ക് ആദ്യം അങ്ങനെ ഒരു നൂറ ഒരു ക്യൂട്ട്നെസ് ഓവർലോഡ് കാണിച്ച് മാത്രമേ നിൽക്കൂ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിന്നി ഇടയ്ക്ക് പറഞ്ഞതുപോലെ നൂറയ്ക്കൊക്കെ ക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നൂറയ്ക്കൊക്കെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്പ്ലിറ്റ് ആയതിനു ശേഷം 2 പേരും ഏറ്റവും കൂടുതൽ ഭയന്നത് നമ്മുടെ വോട്ട് സ്പ്ലിറ്റ് ആവും, നമുക്ക് പുറത്തധികം വോട്ടൊന്നും ആരും തരാൻ സാധ്യതയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മത്സരിച്ചേ പറ്റൂ, കുറച്ചൊക്കെ ആക്റ്റീവായേ പറ്റൂ. അങ്ങനെ നൂറയ്ക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് നൂറയ്ക്ക് ഓപ്പോസിറ്റ് അന്ന് റെനാ ഫാത്തിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെനാ ഫാത്തിമയ്ക്ക് കണക്കിന് കൊടുത്ത് ഭയങ്കര ഒരു അടിപൊളി ഒരു ആവേശത്തില് എല്ലാവരും നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം റെനാ ഫാത്തിമ ആ സമയത്ത് അങ്ങേയറ്റം കട്ട നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ റെനയെ ഹേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ നൂറയ്ക്ക് ആ സപ്പോർട്ട് അത്രയും കിട്ടി.